യേശുവാണ് നിങ്ങളെ സൗഖ്യമാക്കുന്നത്. വിശ്വസിക്കുന്നവരാണ് ഹീലാകുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, പുറപ്പാട് 15:26 ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന വാഗ്ദത്തത്തിന് ഇപ്പോഴും ജീവനുണ്ട്. യിരെമ്യാ പ്രവചനം 33:6 ഞാൻ നിങ്ങൾക്ക് സാക്ഷാൽ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി തരുന്നു. മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, നിങ്ങൾ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. മത്തായി 21:22 നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. യെശയ്യാ പ്രവചനം 53:5 അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 103 സങ്കീർത്തനം 3 അവൻ നിന്റെ സകല അകൃത്യങ്ങളും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. അവൻ യഹോവ റാഫയാണ്. ഇപ്പോൾ കർത്താവിന്റെ സൗഖ്യം നിങ്ങളുടെ മേൽ വരികയാണ്. രോഗക്കിടക്കയിൽ കിടന്ന് എന്നെ കാണുന്നവരുണ്ട്, വേദനയിൽ കാണുന്നവരുണ്ട്. യേശുവേ എന്നൊന്ന് വിളിച്ചേ. എന്റെ ദൈവം മോർച്ചറിയിലല്ല, എന്റെ ദൈവം കബറിലല്ല, എന്റെ ദൈവം കല്ലറയിലല്ല, എന്റെ ദൈവം കണ്ണാടിപ്പെട്ടിയിലല്ല. എന്റെ ദൈവം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാണ്. ഏറ്റവും വലിയ അത്ഭുതം, ഏറ്റവും വലിയ സമ്പത്ത് യേശു കർത്താവാണ്. അവനെ നമുക്ക് ലഭിച്ചതാണ് നമ്മുടെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ്, ഭാഗ്യം. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നവൻ ഇവൻ തന്നെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തി 4:11-12 വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശുവേ എന്നൊന്ന് വിളിക്കുമ്പോൾ, ആ ഹൃദയം കർത്താവിനെന്ന് കൊടുക്കുമ്പോൾ, ദൈവം നിങ്ങളെ തൊടാൻ പോകുകയാണ്.